ഇപ്പോഴത്തെ ഇപ്പം ഇറങ്ങിയ നമ്മുടെ ചിത്രം എമ്പുരാൻ എന്ന ചിത്രത്തിലും കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും സാറിൻ്റെ ഒരു അഭിപ്രായം? അതെ, എനിക്ക് അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിനിമ, ഒരു കഥ നമ്മൾ എടുത്ത് അത് സിനിമയാക്കുമ്പോൾ അത് ഒരു ജാതിയോടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോടോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിൽ ആവരുതെന്ന് ഉണ്ട്. കാരണം നമ്മളുടെ ഒരു നമ്മൾ തിങ്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു കഥയാണ്. ഇപ്പോൾ മാർക്ക് വരുന്നാലും ശരിയാണ്, അത് ഫുൾ വയലൻസിൽ ഒരു സിനിമ എടുക്കണമെന്ന് ആ ടീമിന് തോന്നി, അങ്ങനെ എടുത്തു. അത് കാണുന്നവർ കാണട്ടെ. പക്ഷെ അതുകൊണ്ട് ചെറുപ്പക്കാർ അത് സ്വാധീനിക്കുന്നു. പക്ഷേ ചെറുപ്പക്കാരാണ് കൂടുതലും കാണുന്നത്, അത് ശരിയാണ്. കാരണം ഇപ്പോഴുള്ള മിക്ക സിനിമകൾക്കും ചെറുപ്പക്കാരാണ് കൂടുതലും കാണുന്നത്. കാരണം ആ ലെവലിലേക്ക് സിനിമ വന്നു. ഒരുപാട് കുടുംബ പശ്ചാത്തലങ്ങളും സങ്കടങ്ങളും വീട്ടിലെ പ്രയാസങ്ങളും ഒക്കെ കാണാനും കേൾക്കാനും ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൂടുതൽ താല്പര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇടയ്ക്ക് നല്ല ഫാമിലി സിനിമകൾ വരുമ്പോൾ അത് കാണുന്നുമുണ്ട്, അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. പക്ഷെ കൂടുതലും ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കുട്ടികളൊക്കെ കാണുന്നത് ഇത്തരം സിനിമകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അവരൊക്കെ ഇംഗ്ലീഷ് സിനിമകളും മറ്റ് അതർ ലാംഗ്വേജ് സിനിമകളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഒരുപാട് വയലൻസ് ഉണ്ട്, ഒരുപാട് ഗ്രാഫിക്സിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ സിനിമകൾക്കും മലയാള സിനിമകൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കോ ആൾക്കാർ കൂടുതൽ കണ്ടതും അത് എത്രമാത്രം വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ എമ്പുരാനെക്കുറിച്ചാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട്, ഇന്ന് 6ാം ദിവസമൊക്കെയാണ്, ദിവസമായിട്ട് ചർച്ചകളിലും പത്രങ്ങളിലുമൊക്കെ എനിക്ക് തോന്നുന്നത് അത്തരം ചർച്ചകളിലേക്കൊന്നും സിനിമ പോകേണ്ട കാര്യമില്ല എന്നാണ്. കാരണം ഒരു സിനിമ ഇറങ്ങി, താല്പര്യമുള്ളവർ കാണട്ടെ, താല്പര്യമില്ലാത്തവർ കാണണ്ട എന്നേ ഉള്ളൂ. കാരണം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ ഏത് രീതിയിലുള്ള ഒരു സിനിമ ഞാൻ ചെയ്യണമെന്നുള്ളത്. അത് കാണുന്നവർ കാണട്ടെ, കാണാത്തവർ വേണ്ടാന്ന് വയ്ക്കാം. അതിനുവേണ്ടി ഇത്രയും ബഹളങ്ങളുണ്ടാക്കി, സത്യത്തിൽ എനിക്ക് ഈ വൈകുന്നേരത്തെ ചാനലുകളിലെ ചർച്ചകൾ എനിക്ക് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിനാ ഇങ്ങനെ ഒരു ചർച്ച? കുറേ പേരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്നു, വഴക്ക് പറയുന്നു, എന്തെല്ലാം ബഹളങ്ങളാണ് 8 മണിക്കുള്ള ഒരു ചർച്ച നടക്കുന്നത്. അത്രയും ആവശ്യമുണ്ടോ ഒരു സിനിമയെക്കുറിച്ച്? ഇപ്പോൾ മോഹൻലാലും പൃഥ്വിരാജും ആൻ്റണി പെരുമാറും ചേർന്നൊരു സിനിമ ചെയ്തു, ആ സിനിമ ചെയ്തു, അതിന് താല്പര്യമുള്ളവർ കണ്ടാൽ പോരെ? അതിന് ഇത്രയും ചർച്ച ഉണ്ടാക്കുക. അതിന് ഇപ്പോൾ എത്ര കോടികൾ നഷ്ടപ്പെട്ടാലും എത്ര കോടികൾ കിട്ടിയാലും എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അതിന് രാഷ്ട്രീയമുണ്ട്, അതിൽ ഇന്ന സ്ഥലത്ത് നടന്ന ഒരു രാഷ്ട്രീയത്തിനെക്കുറിച്ച്, ആ പശ്ചാത്തലത്തെക്കുറിച്ചാണ് സിനിമ എടുത്തിരിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം, നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു കഥ തോന്നിക്കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും സംഭവിച്ചിരിക്കാം. എത്രയോ സിനിമകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല ലീഡറായിരുന്ന കരുണാകരൻ സാറിനെ കളിയാക്കി എത്രയോ സിനിമകൾ വന്നു, നയനാർ സാറിനെ കളിയാക്കി വന്നു, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയക്കാരെ കുറിച്ചും കളിയാക്കി എത്രയോ സിനിമകൾ ഇവിടെ വന്നു. ആരും അന്ന് എതിർത്തില്ലല്ലോ. ഇപ്പോൾ കരുണാകരൻ സാറ് നീന്തൽ കുളത്തിൽ കുളിക്കുന്നവരേക്കും സിനിമ വന്നിരുന്നു. അന്നൊന്നും ആരും പ്രതികരിച്ചില്ല, പ്രശ്നം ഉണ്ടാക്കിയില്ല, സമരം ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്കതിനോട് സത്യത്തിൽ എമ്പുരാൻ യോജിക്കാൻ പറ്റുന്നില്ല. എമ്പുരാൻ അത് നല്ല വർക്കുള്ള സിനിമയാണ്, നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുള്ള, പൃഥ്വിരാജ് നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്.